കേരളത്തിൽ അടുത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഏറെക്കുറെ ഡേറ്റ് ഒക്കെ എടുത്തു വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ഒക്കെ നോമിനേഷൻ കൊടുത്തു തുടങ്ങി, അല്ലെങ്കിൽ കൊടുത്തു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാഷ്ട്രീയം നോക്കി തിരഞ്ഞെടുക്കേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി നമ്മൾ ചെയ്യേണ്ടെന്നൊരു കാര്യമില്ല. അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഓരോ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം, നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെങ്ങനെയായിരുന്നു, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്താ, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ആളാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോ അങ്ങനെയല്ല. കാരണം അവരെക്കുറിച്ച് നമുക്ക് പേഴ്സണലി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് രാഷ്ട്രീയം നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാഷ്ട്രീയം നോക്കി ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നോട്ട് അവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. കാരണം അവരുടെ സ്വഭാവം വെച്ചിട്ട് അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക, രാഷ്ട്രീയം നോക്കാണ്ടിരിക്കുക. എന്ന് പറഞ്ഞ് നിങ്ങളുടെ രാഷ്ട്രീയം കളയണം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഒരു മോശപ്പെട്ട ആളെ നമ്മുടെ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോശപ്പെട്ട ഒരാളെ ആ ഒരു സ്ഥാനത്തോട്ട് കയറ്റി വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ നോക്കി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ നമുക്ക് തന്നെ ഗുണം ചെയ്യും.